കേരളത്തിൽ മാത്രമല്ല പാചകവാതക പ്രതിസന്ധി രാജ്യത്തുടനീളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പല ഹോട്ടലുകളുടെയും പ്രവർത്തനങ്ങളിൽ താളം തെറ്റി. ബംഗളൂരു നഗരത്തിൽ തന്നെ 25% ഹോട്ടലുകളും അടച്ചുപൂട്ടിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നു. സജു ചാമക്കാലയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ബംഗളൂരു നഗരത്തിൽ നിന്ന് സജു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബംഗളൂരു നഗരത്തിൽ മാത്രമായി 25%-ഓളം ഹോട്ടലുകളാണ് ഇപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ട് അടച്ചുപൂട്ടിയിരിക്കുന്നത്. 35,000-ലധികം ഹോട്ടലുകളാണ് ബംഗളൂരു നഗരത്തിൽ മാത്രമായിട്ടുള്ളത്. അതിൽ 25% എന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ള ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജനങ്ങളെ ബാധിക്കുന്ന വലിയ ഒരു ആപൽക്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ പാചകവാതക പ്രതിസന്ധി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബംഗളൂരു നഗരത്തിലുള്ള 25 ഇന്ദിരാ ക്യാൻറ്റീനുകളും ഇപ്പോൾ തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. 175-ലധികം ഇന്ദിരാ ക്യാൻറ്റീനുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് പറയുമ്പോൾ തന്നെയും വലിയ പ്രതിസന്ധിയാണ് ബംഗളൂരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ ആയിരുന്നു ഭക്ഷ്യവിഭവ മന്ത്രി മുനിയപ്പ ഇവിടുത്തെ LPGയിലെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെയും കൂടിക്കാഴ്ച നടത്തുകയും അവരുമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്ത് ഉടൻ തന്നെ കേന്ദ്ര സർക്കാരുമായിട്ടൊക്കെയും ആവശ്യപ്പെട്ട് കൂടുതൽ സിലിണ്ടറുകൾ നഗരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും ഫലവത്തായില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ വളരെ കുറച്ച് ഹോട്ടലുകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. ഇന്നത്തേക്കും കൂടി ഉപയോഗിക്കാൻ വേണ്ടുന്നുള്ള സ്റ്റോക്ക് മാത്രമാണ്, സിലിണ്ടർ കുറ്റികൾ മാത്രമാണ് അവരുടെ പക്കലുള്ളത്. ഇന്നത്തെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലുകൾ പൂട്ടുകയല്ലാതെ മറ്റൊരു വഴിയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ രാവിലത്തെ നമ്മുടെ ലൈവ് ന്യൂസ് അവരൊക്കെയും പറഞ്ഞത് അത്തരം കാര്യങ്ങൾ തന്നെ. എന്തായാലും ആന്ധ്രയിലെ സ്ഥിതി ഒട്ടും മോശമല്ല. ആന്ധ്രയിൽ ഓൺലൈൻ ഭക്ഷ്യവിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്ന നിലയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.